ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ബട്ടർ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ ബേക്കറികളിൽ നിന്നും വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഓവനും ബീറ്ററിൻ്റെയും ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി സോഫ്റ്റുമായിട്ടുള്ള ബട്ടർ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാനായിട്ട്. 2 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു കറക്റ്റായിട്ടുള്ള മധുരമാണ്. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഒരു 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 30 സെക്കൻഡ് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചിട്ടെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് 250 ml കപ്പിൽ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കേക്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ താഴെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് അരിച്ചിട്ടെടുക്കണം. ആ മൈദയുടെ എല്ലാ ഭാഗത്തും ഈ ബേക്കിംഗ് പൗഡറും ഉപ്പൊക്കെ ആകത്തക്ക രീതിയിൽ നന്നായിട്ട് തന്നെ ഇതൊന്ന് അരിച്ചിട്ടെടുക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇതുപോലെ ഒരു ഹാൻഡ് വിസ്കോ ഒരു സ്പാച്ചിലയോ കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. ഒരേ ഡയറക്ഷനിൽ പതിയെ വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബാറ്റർ ഇപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബട്ടറാണ്. ഞാനിപ്പോൾ ഒരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും പകുതി ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 50 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇത് സ്റ്റൗവിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം. ബട്ടറൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റായി പാലൊന്ന് ചൂടായി വരണം. അതുവരെ നമുക്ക് കൈയെടുക്കാതെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കിയിട്ട് എടുക്കാം. ഇതിപ്പോൾ ബട്ടറെല്ലാം നന്നായിട്ട് തന്നെ മെൽറ്റായി പാലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. നമുക്കിനി ചൂടോടുകൂടി തന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കണം. തണുത്തിട്ട് ഒഴിച്ചു കൊടുക്കരുത്, ആ ചൂടോടുകൂടി വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഉടനെ തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. സാധാരണ നമ്മൾ കേക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുക്കുന്നത്. ഇതിൽ നമ്മൾ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാനിതുപോലുള്ള ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. സ്ക്വയർ ആയിട്ടുള്ള ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ നേരത്തെ ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഫുള്ളായിട്ടും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഫുള്ളായിട്ടും ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്തും കൂടെ എടുക്കണം. ഇതിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. സാധാരണ ഒരു അലുമിനിയം പാത്രത്തിലാണ് ഞാനിവിടെ ബേക്ക് ചെയ്തെടുക്കുന്നത്. അതൊന്ന് 5 മിനിറ്റ് നന്നായിട്ട് ഇനി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു റിങ്ങും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് ടിന് വെച്ച് കൊടുക്കുമ്പോൾ കൈ പൊള്ളിപ്പോകാതെ സൂക്ഷിച്ചോളണം, അല്ലെങ്കിൽ പാത്രം നല്ല ചൂടാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം പാത്രം വെച്ച് കൊടുക്കാനായിട്ട്.
ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊരു 30 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇത് ബേക്കായിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കാം. ക്ലീനായിട്ട് കിട്ടുന്നെങ്കിൽ ബേക്കായി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കേണ്ടതാണ്. ടൂത്ത് പിക്കൊക്കെ നന്നായിട്ട് ഇനി ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ആ ട്രേയിൽ നിന്നും മാറ്റിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡെല്ലാം ഞാനൊരു സ്പാച്ചില കൊണ്ട് ഒന്ന് വിടിയിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇനി അതിൽ വെച്ച് കൊടുത്തിട്ടുള്ള ബട്ടർ പേപ്പറും കൂടെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇനി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല സോഫ്റ്റുമായിട്ടുള്ള കേക്കാണ്. ബേക്കറികളിൽ നിന്നും വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഓവനോ ബീറ്ററോ ഒന്നിൻ്റെയും ആവശ്യമില്ല. ഈസി ആയിട്ട് ഇതിനെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി സോഫ്റ്റുമായിട്ടുള്ള ബട്ടർ കേക്കാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ. എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.